Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമ്മള് ഇനി എടുക്കാൻ പോകുന്നത് പേഷ്യന്റ് ഫ്ലോ ആണ് കേട്ടോ. അതിനകത്ത് ട്രയലേജിനെ കുറിച്ചിട്ടും റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീവാലുവേഷൻ, ഡിസ്ചാർജ് ഇത്രയും പ്രോസസ് ആണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ പേഷ്യന്റ് ഫ്ലോയിൽ വരുന്നതാണ് കേട്ടോ. പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ഒഴുക്ക്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് പേഷ്യന്റ് വരുന്നത്, അവർ ആദ്യം എങ്ങനെ സ്വീകരിക്കുന്നു, പിന്നീടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ട്രയാജ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന്. ഫസ്റ്റ് പോയിന്റ്, ഓൾ പേഷ്യന്റ് ഷുഡ് ബി പേജ് നമ്പർ എത്രയാണെന്ന് എനിക്ക് ചാപ്റ്റർ നമ്പർ ആണല്ലേ, ചാപ്റ്റർ നമ്പർ 34. ഓക്കെ, നമുക്ക് ട്രയേജ് ഒന്ന് നോക്കാം. All patients should be triaged through a single point. Aim of triage is to sort patients for providing optimal care consistent with their medical need and ensuring efficient utilization of available resources. Triage എന്ന് പറയുന്നത് the first step in patient flow. അതായത് പേഷ്യന്റ് ഫ്ലോയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രയേജ് എന്ന് പറയുന്നത്. Where all patients are assessed and sorted based on medical urgency. അതായത് പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുമ്പോൾ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതാണ് എന്ത്, ട്രയേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്, ട്രയേജ് ഏരിയയിൽ വെച്ചിട്ടാണ് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത്, അതായത് തരം തിരിക്കുന്നത്. അതായത് പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് അല്ലെ. എല്ലാവരും ഒരുപോലെയുള്ള കണ്ടീഷനിലായിരിക്കില്ല വരുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോ ആദ്യം വരുന്ന പേഷ്യൻസ്, അതായത് ഭയങ്കര എമർജൻസി ആയിട്ട് അർജന്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസ്, അവർക്കൊക്കെ എന്ത് കൊടുക്കും? ആദ്യം പ്രയോറിറ്റി കൊടുക്കും. അവർക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തിട്ടാണ് പിന്നീടുള്ള പേഷ്യൻസിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ ഇത്തരത്തിൽ പ്രയോറിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് സോർട്ട് ചെയ്യുന്നതിനെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻസിന് വരുമ്പോൾ അവരെ തരം തിരിക്കുന്നതിനെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. മുൻഗണന അടിസ്ഥാനത്തിൽ, അതായത് പ്രയോറിറ്റി ബേസിൽ തരം തിരിക്കുന്നത് ട്രയേജ് ഏരിയയിൽ വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? പറഞ്ഞ് മനസ്സിലായോ? ക്ലിയർ ആയോ? ആ, ഇതിനകത്ത് ഇല്ലാത്ത കുറച്ചു കാര്യം പറഞ്ഞുതരാം, കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നതെന്ന് പറഞ്ഞു. പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് റെഡ് കാറ്റഗറിയാണ്. റെഡ് കാറ്റഗറിയിൽ വരുന്ന പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇവരൊക്കെയാണ് റെഡ് കാറ്റഗറിയിൽ പെടുത്തുന്നത്. കാര്യം മറ്റാളുകളൊക്കെ വരുമ്പോൾ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മറ്റാളുകളൊക്കെ ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ അവരെ എന്ത് കാറ്റഗറിയിൽ പെടുത്തും? റെഡ് കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ദാറ്റ് ഈസ് പ്രയോറിറ്റി 1. ഇനി പ്രയോറിറ്റി 2 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ദാറ്റ് ഈസ് യെല്ലോ കാറ്റഗറി. അത് യെല്ലോ വിഭാഗം എന്നാണ് അറിയപ്പെടുക. അതെന്ന് പറഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന നെഞ്ചുവേദന, അല്ലെങ്കിൽ വയറുവേദന, പിന്നെ മൈനർ എന്ന് പറയാൻ പറ്റില്ല, അർജന്റ് തന്നെയാണ് വരിക. അതായത് ഇഞ്ചുറികൾ, പരിക്കുകൾ ഏൽക്കുക, അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരെ ഉൾപ്പെടുത്തുന്നത് യെല്ലോ കാറ്റഗറിയിലാണ്. അപ്പൊ റെഡ് കാറ്റഗറിയെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ആരെ പരിശോധിക്കുക? യെല്ലോ കാറ്റഗറിയെ പരിശോധിക്കുക. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കാറ്റഗറിയാണ്. ഗ്രീൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഹെഡേക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും ചതവോ അല്ലെങ്കിൽ ഒടിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വരില്ലേ, അങ്ങനെയുള്ളവരെ നമ്മൾക്ക് ഈ ഗ്രീൻ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്.
ലാസ്റ്റ് വൺ ബ്ലാക്ക് കാറ്റഗറിയാണ്. ബ്ലാക്ക് കാറ്റഗറി എന്ന് പറയുമ്പോൾ മരിക്കാറായ കേസിൽ വരുന്ന പേഷ്യൻസ് ഇല്ലേ, ഡെത്ത് ആയത് നമ്മൾ ഉറപ്പിക്കൂല ഏകദേശം, അങ്ങനെ വരുന്ന പേഷ്യൻസിനെ പെടുത്തുന്നതാണ് ബ്ലാക്ക് കാറ്റഗറി. ഇപ്പൊ 4 കാറ്റഗറി ഉണ്ട്. റെഡ് കാറ്റഗറി ഉണ്ട്. റെഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ വെരി അർജന്റ് ആണ്, എത്രയും പെട്ടെന്ന് അവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കണം. രണ്ടാമത്തെ അതിന്റെ ഒരു സമയം എന്ന് പറയുന്നത് വിത്തിൻ 0 മിനിറ്റ് ആണ്. റെഡ് കാറ്റഗറി വിത്തിൻ 0 മിനിറ്റ് ആണ് വരിക. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ യെല്ലോ കാറ്റഗറി എന്ന് പറഞ്ഞാല് അർജന്റ് ആണ്. ആദ്യത്തെ കാറ്റഗറി ഞാൻ വെരി അർജന്റ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് വരുമ്പോൾ അർജന്റാ വരിക. ഓക്കെ. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലെസ് അർജന്റ് ആണ്. നമ്മൾ കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടി വൈകി നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ. നാലാമത്തേത് വരുമ്പോൾ ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. വൈകിയാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത്തരത്തില് പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണിത് ട്രയേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ പറയുന്നത്, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, രോഗികളെ അവരുടെ മെഡിക്കൽ നീഡ്സിനനുസരിച്ച് ഒപ്റ്റിമൽ കെയർ നൽകുന്നതിനും ആശുപത്രിയിലെ സൗകര്യങ്ങൾ രോഗികൾക്ക് വേണ്ടി ഉറപ്പാക്കുന്നതിനും രോഗിയെ ക്രമീകരിക്കുക എന്നതാണ് ട്രയേജിന്റെ ലക്ഷ്യം. ഇപ്പൊ എന്താണ്, വരുന്ന രോഗികൾക്ക് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവർക്ക് പരമാവധി ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം, ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ട്രയേജ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അടുത്തത് റിസപ്ഷൻ ആണ്. റിസപ്ഷന്റെ 3 പോയിന്റുകൾ ഞാൻ വായിക്കാം. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. After triage, patients' details are recorded by the clerical staff. A new medical record is either raised or the old one retrieved. അതായത് നമ്മൾ ട്രയാജിന് ശേഷം പേഷ്യന്റിനെ ഇങ്ങോട്ടാണ് റിസപ്ഷൻ ഏരിയക്ക് ചിലപ്പോൾ കൊണ്ടുപോയി എന്ന് വരാം. അവിടെ വെച്ചിട്ട് ഈ ഒരു ട്രയേജ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് എന്ത് സ്ഥിതി ചെയ്യുക, റിസപ്ഷൻ ഏരിയ ഉണ്ടാവുക. അവിടെ വെച്ചിട്ട് ക്ലറിക്കൽ സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുക. പേഷ്യന്റിന്റെ പേര്, അഡ്രസ്, എല്ലാത്തരം വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യന്റ് പുതുതായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് എടുക്കുന്നു. ഇനി നിലവിൽ അവിടെ ചികിത്സയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫയല് വീണ്ടെടുക്കുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ. ഈ ഒരു ട്രയേജിന് ശേഷം അല്ലെങ്കിൽ റിസപ്ഷനിൽ ഈ ഒരു മെഡിക്കൽ റെക്കോർഡൊക്കെ ക്ലിയർ ചെയ്തതിനു ശേഷം പിന്നീട് എങ്ങോട്ടാണ് രോഗിയെ കൊണ്ടുപോവുക, ട്രീറ്റ്മെന്റ് ഏരിയയിലേക്കാണ് കൊണ്ടുപോവുക അല്ലെ. പേഷ്യൻസ് മേ ബി ഡയറക്റ്റഡ് ടു resuscitation area, acute treatment area, consultation fast track area, medical imaging or waiting area based on emergency treatment is initiated. ഇവിടെ എന്താണ് പറയുന്നത്, പേഷ്യൻസ് ആർ ഡയറക്റ്റഡ് ടു ഡിഫറെന്റ് ഏരിയാസ് സച്ച് ആസ്, എന്തൊക്കെയാ വരിക, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്. ചിലപ്പോൾ പേഷ്യൻസിന് റെസിസിറ്റേഷൻ ഏരിയയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫാസ്റ്റ് ട്രാക്ക് ഏരിയയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിങ്ങിന് വിധേയനാക്കാം. അപ്പോൾ എന്താണോ ആൾക്ക് എന്ത് കെയർ ആണോ ആൾക്ക് വേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളെ പല ഏരിയാസിലേക്കും കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ, റെസിസിറ്റേഷൻ ഏരിയ ഒക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ നിങ്ങള്? ഓർമ്മയുണ്ടോ, മറന്നുപോയോ? ഓർമ്മയില്ലേ? ഉണ്ട്. അപ്പോ ഇതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള ഏരിയയിലേക്കും പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ദെൻ അടുത്തത് റീ ഇവാലുവേഷൻ ആണ്. An ED physician will re-evaluate patient condition after treatment and assess test result because the result may give them additional to the type of treatment you need.
ചികിത്സയ്ക്ക് ശേഷം, അതായത് നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ രോഗിക്ക് കൊടുത്തു, ഇപ്പൊ ഏതൊരു ഏരിയയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു, ചിലപ്പോ സ്റ്റേഷനറി ഏരിയയിലേക്കാകാം, അല്ലെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്കാവാം. ഇവിടെ കൊണ്ടുപോകുന്ന രോഗികളെ അവിടെ ചികിത്സയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ED ഫിസിഷ്യൻ വന്നിട്ട് രോഗിയുടെ കണ്ടീഷൻ വിലയിരുത്തുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ വന്ന് എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി രോഗിയെ ചെക്ക് ചെയ്യുന്നു, ഒന്നും കൂടി വാലിഡേറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ പരിശോധിക്കുന്നു. ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിൽ ഫർദർ ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കുന്നു. രോഗിക്ക് ഓൾമോസ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ED ഫിസിഷ്യൻ വന്നിട്ട് ഒന്നും കൂടി അദ്ദേഹത്തെ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. Then discharge ആണ്. Based on treatment patient to be removed after stabilization. അതായത് സ്റ്റേബിൾ ആയ പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നു. സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്യണ്ട, അവിടെ കിടത്തേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വാർഡിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഡിസ്ചാർജിൽ വരുന്ന രണ്ടാമത്തെ പോയിന്റ്, all patients receive written home care instructions to follow when discharged. Referral can be made based on facilities of hospital and patient condition if needed. അതുപോലെ തന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റുമ്പോൾ രോഗിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. രോഗി ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, വീട്ടിൽ ചെന്നാൽ രോഗി എന്തൊക്കെ കാര്യങ്ങൾ പിന്തുടരണം, എന്തൊക്കെ കാര്യങ്ങളാണ് രോഗി ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കറക്റ്റ് കാര്യങ്ങള് എന്ത് ചെയ്തു കൊടുക്കുന്നു, റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് എഴുതിയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് ആശുപത്രിയുടെ സൗകര്യങ്ങൾ, ആശുപത്രിയിലുള്ള ഫെസിലിറ്റീസിനെ കുറിച്ചും രോഗിയുടെ കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകാം. അപ്പോ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു രോഗി എന്ത് ചെയ്യുന്നത്, കടന്ന് പോകുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ ആരൊക്കെയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. CMO ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് CMO അഥവാ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വർക്ക് ഫോഴ്സിൽ പെടുന്ന ഒരു ഫാക്ടർ ആണ്. രണ്ടാമത്തേത്, കൺസൾട്ടൻസ് ഷുഡ് ബി അവൈലബിൾ. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ കൺസൾട്ടന്റ്മാര് ധാരാളമായിട്ട് അവിടെ ഉണ്ടാകുന്നതാണ്. Then RN with trained EMT at triage section. മൂന്നാമത്തത്, ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള RN. RN എന്ന് പറഞ്ഞാൽ ആരാണ്? രജിസ്ട്രേഡ് നേഴ്സ്. ഓക്കെ, ഇവർക്ക് ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ് കേട്ടോ. രജിസ്ട്രേഡ് നേഴ്സും അതുപോലെ EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെയാണ് EMT എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കൂട്ടരും എവിടെ ഉണ്ടാകും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. ഈ രണ്ട് കൂട്ടരും ട്രയേജ് സെക്ഷനിൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അടുത്തത്, സ്കിൽഡ് നഴ്സിംഗ് ടീം. വളരെയധികം കഴിവുകളുള്ള ഒരു നഴ്സിംഗ് ടീം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം എത്രയും പെട്ടെന്ന് രോഗികൾക്ക് പരിചരണം കൊടുക്കുന്ന ഒരു മേഖലയാണ് എമർജൻസി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ സ്കിൽഡ് ആയിട്ടുള്ള വളരെയധികം കഴിവുകളുള്ള നഴ്സുമാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ദെൻ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, അതായത് രോഗനിർണയം നടത്തുന്നതിനുള്ള സാങ്കേതിക വിദഗ്ധര്. പല ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനും രോഗം എന്തെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ അറിയാൻ കഴിയുന്ന സാങ്കേതിക, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നീഷ്യൻസ് അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ലാസ്റ്റ് വൺ, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യന്റിനെ രോഗി പരിചരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്
കെയർ അസിസ്റ്റന്റ്മാരുണ്ടാകും, കൂടെ സഹായിക്കുന്ന ധാരാളം അസിസ്റ്റന്റുമാരുണ്ടാകും. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് അംഗങ്ങളും ഉണ്ടാകുന്നതാണ്. ഓക്കെ, EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആയിട്ട് ആരൊക്കെയാണ് ഉണ്ടാവുക? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ വരുന്ന RN എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഡ് നഴ്സ്. രജിസ്ട്രേഡ് നഴ്സ് RN, രജിസ്ട്രേഡ് നഴ്സ്. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ വരുന്നവരാരൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് ഉണ്ടാകും. അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ വരുന്ന ആളുകളാണ് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. ദെൻ രജിസ്ട്രേഷൻ ക്ലർക്ക് ഓർ അഡ്മിഷൻ ക്ലർക്ക്. ഓർ ആണ് കേട്ടോ അവിടെ വരിക, അറ്റല്ല. അതൊക്കെ കറക്ഷൻ ഉണ്ട്. രജിസ്ട്രേഷൻ ക്ലർക്ക് അറ്റ് അല്ല, രജിസ്ട്രേഷൻ ക്ലർക്ക് ഓർ അഡ്മിഷൻ ക്ലർക്ക്. ഇത് രണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ വരുന്ന ആളുകളാണ്. ഓക്കെ, അടുത്തത് റെക്കോർഡ്സ്. എന്തൊക്കെ റെക്കോർഡുകളാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റിന്റെ എല്ലാത്തരം ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയിട്ടുള്ള എല്ലാത്തരം ഡീറ്റെയിൽസ്, പേഷ്യന്റിന്റെ രോഗം എന്താണ്, ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് പേഷ്യന്റ് റെക്കോർഡ്. അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തത് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ധാരാളം മരണങ്ങൾ നടക്കാറുണ്ട് അല്ലെ? കാരണം എമർജൻസി ആയിട്ടാണ് കൊണ്ടുവരുന്നത് ആളുകളെ. ചിലപ്പോൾ ചില ആളുകൾ അതിനകത്ത് ഡെത്ത് ആയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഡെത്ത് രജിസ്റ്റർ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും, കാഷ്വാലിറ്റിയിൽ കെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, മൂന്നാമത്തേത് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. അതായത് രോഗിയുടെ ഒബ്സർവേഷൻ, രോഗിയെ നിരീക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തതിന് ശേഷം പല കുറിപ്പുകളും ഡോക്ടേഴ്സ് എഴുതിയിട്ടുണ്ടാകും. അതിന്റെയൊക്കെ ഒരു ഫോളോ അപ്പ് റെക്കോർഡ് എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. റഫറൽ റെക്കോർഡ്. റഫറൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പല രോഗികളെയും റെഫർ ഔട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല രോഗികളും റെഫറിങ് ചെയ്തിട്ടുണ്ടാവും. റെഫർ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് റെഫർ ഔട്ട് എന്ന് പറയുന്നത്. ചിലപ്പോ ആ ഒരു ഹോസ്പിറ്റലില് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ രോഗികൾക്ക് എന്താ പറയാ ആ ഹോസ്പിറ്റലിലുള്ള സൗകര്യം പോരാഞ്ഞിട്ട് ചിലപ്പോ നിർബന്ധപൂർവ്വം പോകുന്നതായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ഔട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് റെഫർ ഔട്ട് എന്ന് പറയുന്നത്. ഇനി റെഫർ എന്ന് പറഞ്ഞാല് രോഗികളെ മറ്റു ആശുപത്രികളിൽ നിന്ന് ഈ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് റെഫർ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരം എന്താ പറയാ രേഖകൾ അല്ലെങ്കിൽ ഇത്തരം ഡോക്യുമെന്റുകൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഒരു രോഗി പോയി അല്ലെങ്കിൽ ഒരു രോഗി വന്നു, ആ രോഗി എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ആ രോഗി പോകുന്നത് എങ്ങോട്ടാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ്, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഏത് രോഗിയാണ് അങ്ങനെ പോയിട്ടുള്ളത്, എന്താണ് പോകാനുള്ള കാരണം, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി ഉള്ളൊരു റെക്കോർഡ് ആയിരിക്കും ഈ ഒരു റെഫറൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അടുത്തത് ട്രീറ്റ്മെന്റ് റെക്കോർഡ്. രോഗിയുടെ ട്രീറ്റ്മെന്റ്, എന്തൊക്കെ ചികിത്സകളാണ് രോഗിക്ക് നൽകിയത്, രോഗിയുടെ രോഗത്തിന്റെ കാരണം എന്താണ്, എന്തൊക്കെ ചികിത്സകൾ ചെയ്തിട്ട് ഭേദമായില്ല, അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് കൂടുതലായിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്. അത്തരം കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡിൽ ഉള്ളത്. അടുത്തത് മൈനർ OT റെക്കോർഡ്സ്. മൈനർ OT റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ റെക്കോർഡാണ്. അതായത് മൈനർ ആയിട്ടുള്ള സർജറീസ് ഒക്കെ രോഗികൾക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ റെക്കോർഡും എവിടെ കെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഒരു ഗസ് ചെയ്തേ, എന്തായിരിക്കും ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ? ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്തായിരിക്കാം?
അല്ല. അതായത് ഇപ്പോ നമ്മുടെ അതായത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എന്തെങ്കിലും എന്താ പറയാ ആക്സിഡന്റ് നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ നമ്മുടെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് എന്ന് പറയുന്നത്. മാത്രമല്ല എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ ഡാമേജ് ആവുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ, ഫങ്ഷനിങ് ആവാത്തതോ ഉള്ള എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോ എപ്പോഴാണ് ആ എക്യുപ്മെന്റ് നിന്നുപോയത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയത്, എന്താണ് ആ എക്യുപ്മെന്റ് നിന്നു പോകാനായിട്ട് കാരണം, ഏത് സമയത്താണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ പ്രവർത്തനം നിലച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി ഈ ഒരു ഫോമില് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അവിടെയുള്ള എക്യുപ്മെന്റുകൾ തകരാറിലാവുക, അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു പ്രത്യേക ഏരിയയില് എന്തെങ്കിലും ആക്സിഡന്റ്, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ആക്സിഡന്റോ മറ്റോ ഉണ്ടാവുക, ഇഞ്ചുറീസ് ഒക്കെ പറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്ററിലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. അടുത്തത് അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ്, അവര് വരുന്ന, അതായത് അവരുടെ ഹാജർ നില എന്ന് പറയുമല്ലോ നമ്മൾ, അറ്റൻഡൻസ്, അത് സൂക്ഷിക്കുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ, ഡോക്യുമെന്റുകളൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. ദെൻ രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. അതുപോലെ തന്നെ അവിടെ വരുന്ന ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അവിടെ വരുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്പെഷ്യലിസ്റ്റിന്റെ എല്ലാവരുടെയും രജിസ്റ്ററും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. The next point, all documents, example, admission card, case sheet, drug chart, death certificate forms. അതുപോലെ തന്നെ രോഗിയുടെ അഡ്മിഷൻ കാർഡ്, രോഗിയുടെ കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്, ഇവയും എവിടെ ഉണ്ടാകും? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും. ഓക്കെ. അടുത്തത് MLC record with all the diagnostic and investigation result and kept under log and key under CMO casualty. അതായത് ഇവിടെ പറയുന്നത് MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകൾ എന്താണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയാ റെക്കോർഡുകൾ, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, ആ ഡോക്യുമെന്റ്സ് ഒക്കെ അറിയാല്ലേ, മെഡിക്കൽ ലീഗൽ കേസാണ്. ഓക്കെ. അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ CMO, അതായത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കും സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ. അദ്ദേഹമാണ് അത് കീപ്പ് ചെയ്യുന്നത്. കീപ്പ് ചെയ്യുന്ന ആ ഒരു ഇതിന്റെ കീ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക, CMOയുടെ കയ്യിലായിരിക്കും. അപ്പൊ MLC എന്ന് പറയുന്നത്, നിങ്ങൾ MLC മുമ്പ് കേട്ടിട്ടുണ്ടോ? ഏത് ചാപ്റ്ററിലാണ് MLC പഠിച്ചേ? ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചോ? ഒരു സെക്കൻഡ് കേട്ടോ. ലൈറ്റ് പോകാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോ ലൈറ്റ് പോവാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസ് ആണ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകള് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്, അതായത് ഒരു ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് CMOയുടെ
കീഴിലായിരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹമായിരിക്കും അതിന്റെ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് നോക്കാം. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പഡ് ആസ് MLC. അതായത് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത് ആക്സിഡന്റുകള്, അപകടങ്ങള്, അതുപോലെ ട്രോമ, അസാൾട്ട് എന്ന് പറഞ്ഞാല് ആക്രമണങ്ങള്, റേപ്പ്, പോയ്സണിങ്, അതുപോലെ അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ്, അതായത് ബോധം കെട്ട അവസ്ഥയിൽ മരിച്ചിട്ട് കൊണ്ടുവരാന്ന് കേട്ടിട്ടില്ലേ, അതിനെയാണ് അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ് എന്ന് പറയുന്നത്. ഇത്തരം കേസുകള് MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുക. CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പോ ഞാനൊരു പ്രൊസീജിയർ പറയാം എങ്ങനെയാണ് MLC കേസുകൾ വരുന്നത്. MLC കേസുകൾ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ, TV മറ്റോ കണ്ടിട്ടില്ലേ MLC കേസുകള്? ഏതൊക്കെയാണ് MLC കേസുകൾ വരിക? ഇപ്പൊ ഞാൻ പറഞ്ഞു ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെ, അതൊക്കെ വരുന്നത് MLC കേസുകളായിട്ടാണ്. അപ്പോ പെട്ടെന്ന്, അതായത് ഇപ്പൊ ഈ അൺകോൺഷ്യസ് ബ്രോഡ് ഡെഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ റീസെന്റ് ആയിട്ടൊക്കെ നടന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലില്. അപ്പോ അമ്മ പറഞ്ഞത് കുഞ്ഞ് കട്ടിലുമേന്ന് വീണെന്നാണ്. അതായത് അവരുടെ വീട്ടിൽ വെച്ചിട്ട് കട്ടിലില് കിടക്കുമായിരുന്നു, പെട്ടെന്ന് അവിടെ നിന്ന് വീണ് കുട്ടിക്ക് ബോധമില്ലായിരുന്നാണ് പറഞ്ഞത്. ഓക്കെ, ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ, ക്യാമറ ഓഫ് ആക്കുവാണ്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോ ഡോക്ടറോട് പറഞ്ഞത് ഇതാണ്, കുട്ടി പെട്ടെന്ന് കട്ടിലുമേന്ന് വീണു, അപ്പൊ തന്നെ കുട്ടിക്ക് ബോധം പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ എന്താണ്, ഡോക്ടർമാരെന്ന് പറയുന്നത് മണ്ടന്മാരല്ല അല്ലെ. അവര് എന്താണ് ഈ പറയുന്ന പോലെ കുട്ടിയെ റെസിസിറ്റേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഡീപ്പായിട്ട് കുട്ടിയെ ഒന്ന് പരിശോധിച്ചു. അപ്പോഴാണ് അറിയുന്നത് കുട്ടി സാധാരണയായിട്ട് വീണതല്ല, കുട്ടിക്ക് മാരകമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, മാരകമായിട്ട് അടിയേറ്റിട്ടാണ് കുട്ടി ബോധം കെട്ട് വീണതെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഡോക്ടർ എന്ത് ചെയ്തു, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആ കുട്ടിയുടെ റെക്കോർഡ് MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്ത് ലോക്കറിൽ സൂക്ഷിച്ചു. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഒരാളെ എന്താ പറയാ, ഒരാൾക്ക് അസാൾട്ട് പറ്റി കൊണ്ടുവരാണ്, അല്ലെങ്കിൽ ഒരാളെ വിഷം കൊടുത്തു കൊണ്ടുവരാണ്, അപ്പൊ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി കൊണ്ടുവരാണ്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് ആശുപത്രികളിൽ MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇത്തരം കേസുകള് പോലീസുമായിട്ട് സഹകരിച്ചിട്ടാണ് പിന്നീട് ഈ കേസുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് MLC ആയിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, പോലീസ് ഇന്റിമേഷൻ ബുക്ക്. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തായാലും പോലീസിന്റെ സഹകരണം ഈ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഈ ഒരു ഇന്റിമേഷൻ ബുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. Then അടുത്തത് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് നോക്കാം നമുക്ക്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് കേട്ടോ.
ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. അതായത് എത്രയും പെട്ടെന്ന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ ചെയ്യാന്നുള്ളതാണ്. ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യാം, രോഗികൾക്ക് അടിയന്തര പരിചരണം കൊടുക്കുക എന്നുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനില് വരുന്നതാണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, to liaise with the courts and police in medico-legal cases whenever required. ആവശ്യമെങ്കിൽ കോടതിയുമായും അതുപോലെ തന്നെ പോലീസുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോവുക. എന്ത് കേസുകളില്? മെഡിക്കോ ലീഗൽ കേസുകളില്. മെഡിക്കോ ലീഗൽ കേസുകളിൽ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാകും, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സഹകരിക്കാന്നുള്ളതും എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ്. Then മൂന്നാമത്തെ പോയിന്റ്, to provide ambulance services for pre-hospital care and transportation of patients to and from the hospital. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് ആംബുലൻസുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആളുകളെ ഹോസ്പിറ്റലിലിട്ട് മറ്റു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ വീടുകളിലൊക്കെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ആംബുലൻസ് സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, to fulfill the role of information and communication center, especially during disaster. ഒരു ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. എസ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് ദുരന്ത സമയത്തൊക്കെ എന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത് വയനാട് ദുരന്തം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സമയത്ത് എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. എല്ലാവരെയും കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ബന്ധുക്കൾ ആരെന്നും തിരിച്ചറിയാതെയൊക്കെ ധാരാളം ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടാവാം. ആ ഒരു സമയത്ത് അവരുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ദുരന്ത സമയത്ത് ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. Then last point, education, training and research activities of medical staff. അതുപോലെ തന്നെ അവിടെ വരുന്ന അതായത് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന വിവിധ തരം സ്റ്റാഫുകൾ ഉണ്ട്, മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ അവർക്ക് എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, റിസർച്ചുകളിൽ സഹായിക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭരണ കേന്ദ്രമാണ്. അവര് ചില കാര്യങ്ങള് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ദ ED മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ആൻഡ് അഡ്മിനിസ്ട്രേഡ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടെ വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് സന്നദ്ധനായിരിക്കണം എന്നാണ് പറയുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വരാം. അപ്പൊ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവര് ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, ഓപ്പറേഷൻ ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ചില പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത്. തോന്നും പോലെ എന്ത് ചെയ്യാൻ പാടില്ല, പ്രവർത്തിക്കാനായിട്ട് പാടില്ല. മറിച്ച് അവിടെയുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെ ബേസിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത്. മൂന്നാമത്തെ പോയിന്റ്,
medical and the nursing director of hospital, along with the appropriate integration of ancillary services, must ensure quality and safety in ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് മെഡിക്കൽ ഡയറക്ടറും നഴ്സിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ മറ്റ് ആൻസിലറി സ്റ്റാഫുകൾ, അതായത് സഹായ ഉദ്യോഗസ്ഥരും ശ്രമിക്കേണ്ടതാണ്. ഇപ്പൊ സൂപ്പർവിഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടെ ക്വാളിറ്റി വേണം, അവിടെ സേഫ്റ്റി വേണം. ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? മെഡിക്കൽ ഡയറക്ടറും അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടറും അതുപോലെ തന്നെ ആൻസിലറി സ്റ്റാഫുകളും ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. Then നാലാമത്തെ പോയിന്റ്, appropriateness of emergency care are continually monitored and evaluated. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങള് എപ്പോഴും മോണിറ്റർ ചെയ്യണം, എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക്, കാരണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ എപ്പോഴും അവിടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, the medical director should oversee all aspects of the practice of emergency medicine in ED. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? മെഡിക്കൽ ഡയറക്ടർ എന്ത് ചെയ്യണം? അതായത് എമർജൻസി മെഡിസിൻ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേൽനോട്ടം കൊടുക്കണമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ ഉണ്ടാകും, അദ്ദേഹം എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് രോഗിയെ പരിശോധിക്കുന്നത്, അവിടെ എന്തൊക്കെ മരുന്നുകൾ അവർക്ക് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. The next point, all new staff members should get a formal orientation program that addresses. അതുകൂടാതെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓരോ പേഷ്യൻസിനും അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കണം. ഓക്കെ, അതായത് പുതുതായിട്ട് ജോലിക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ടാകാം, അപ്പൊ അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. Then അടുത്ത പോയിന്റ്, the mission of the institution. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ, ഇപ്പോ നിങ്ങളിപ്പോ ധാരാളം ഇത് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യാൻ പോകുമല്ലോ. അപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളോട് അവർ പറഞ്ഞു തരും, ഇതാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മിഷൻ എന്ന് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലും ശ്രമിക്കുന്നത്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ടാവാറുണ്ട്? മിഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകളോട് അവർ പ്രത്യേകം അത് പറയും, ഇതാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായി പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ടാകും. അപ്പൊ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള സ്റ്റാഫുകൾ വരുമ്പോൾ അവരെ ഇതാണ് അവരുടെ മിഷൻ എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകണം. The next one, standard operating procedures of the ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കുറച്ച് SOPs, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അവിടെ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഓക്കെ, then അടുത്തത്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദ ED സ്റ്റാഫ്. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പല സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് ഉണ്ടാവുക. അത് ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. Then next, staff must improve their professional knowledge and skill. അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള സ്കില്ലും അതുപോലെ നോളജും ഉണ്ടാക്കും. അത് ഇംപ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങളും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നടത്തണം. അപ്പൊ എനിക്കുള്ള സ്കില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അല്ലെ, ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി ആര് ചെയ്തിരിക്കണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അത് അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധിപ്പിച്ച സ്കില്ലുകളാണ് ഞാൻ പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില കഴിവുകളും അറിവുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി ചെയ്യേണ്ടതുണ്ട്. Then triage and screening of each patient must be performed by a physician or trained RN ഉണ്ട് ട്ടോ അവിടെ, രജിസ്റ്റേർഡ് നഴ്സ് വിത്ത് EMT. അതുപോലെ തന്നെ ഫിസീഷ്യൻ, അതായത് ഓരോ കാര്യത്തിലും രോഗികൾ വരുമ്പോൾ ഫിസീഷ്യൻ വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക? രോഗിയെ കൺസൾട്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഇതിനകത്ത് പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്, 2 പേര്. രോഗിക്ക് സ്ക്രീനിങ് നടത്താൻ കഴിവുള്ള 2 ആളുകളാണ്, ഒന്ന് രജിസ്റ്റേർഡ് നഴ്സും അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും. അപ്പൊ അവരുടെയും എന്താ പറയുക ഒരു സാമീപ്യ, ഒരു പ്രസൻസ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാണാനായിട്ട്
സാധിക്കും. അടുത്ത പോയിന്റ്, എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ റെക്കോർഡ്. EMT എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ രജിസ്ട്രേർഡ് നഴ്സ്. ഓക്കെ, eligible and appropriate medical record must be established for each individual. പിന്നെ ഓരോരുത്തർക്കും, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എല്ലാ രോഗികൾക്കും പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. അത് അക്യുറേറ്റ് ആയിട്ട് സൂക്ഷിക്കുകയും വേണം. കറക്റ്റ് ആയിരിക്കണം ആ മെഡിക്കൽ റെക്കോർഡ്. The last point, the minimum set of SOPs should be available for. അപ്പൊ SOPs നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ. എന്തൊക്കെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. ആദ്യം പേഷ്യന്റ് വരുമ്പോൾ അവരെ റിസീവ് ചെയ്യുന്നു. ദെൻ അവരെ രജിസ്ട്രേഷൻ ചെയ്യുന്നു, രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്. ദെൻ ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്. ഞാൻ പറഞ്ഞല്ലോ, ട്രയേജ് ഏരിയയിൽ വെച്ചിട്ട് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്നു, അതിനെയാണ് ട്രയേജ് ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ദെൻ ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ട്രയേജിൽ വെച്ചിട്ട് തീരുമാനിക്കുന്നു രോഗിയെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നു. അത് ഹോസ്പിറ്റലിനുള്ളിലാണെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. ചിലപ്പോ രോഗിയെ റെഫർ ഔട്ട് ചെയ്യാം, അതായത് ആ ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റാത്ത കേസ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാതെ ഹോസ്പിറ്റലിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാതെ ഹോസ്പിറ്റലിന് പുറത്തോട്ട് വേറെ ഹോസ്പിറ്റലിലോട്ട് ചിലപ്പോ ട്രാൻസ്ഫർ ചെയ്തെന്ന് വരാം. അതിനെയാണ് റെഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, ട്രയേജ് ഓഫ് ദ പേഷ്യന്റ്, ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ, റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. ക്ലിയർ ആണോ? അടുത്തത് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോ ഡിസ്ചാർജ് ചെയ്യാം. ബ്രോട്ട് ഇൻ ഡെഡ് കേസസ്. ഇനി മരിച്ചുകൊണ്ട് വരുന്ന കേസുകളാണെങ്കിൽ അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ട് അത് സ്റ്റാമ്പ് ചെയ്യും, അല്ലെ? അതുപോലെ തന്നെ കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റ് ആണ് കോഡ് ബ്ലൂ കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഡ് ബ്ലൂ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ചില കേസുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. എത്രയും അർജന്റ് ആയിട്ട് അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാർഡിയാക് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റുകളൊക്കെ അവിടെ സജ്ജമായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സജ്ജമായിരിക്കണം. അങ്ങനെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് അലേർട്ട് കൊടുക്കുന്നതിനെയാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരാളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അപ്പൊ തന്നെ അലേർട്ട് കൊടുക്കുന്ന, അതായത് അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യും? കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ് എന്ന് 3 പ്രാവശ്യം അനൗൺസ് ചെയ്യും. ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ കാർഡിയാക് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റാഫുകളും എവിടെ എത്തിച്ചേരേണ്ടതാണ്? ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേരേണ്ടതാണ്. അതുപോലെ പല കോഡുകളുണ്ട്. കോഡ് റെഡ് ഉണ്ട്, കോഡ് പിങ്ക് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ അലേർട്ട് ചെയ്താൽ അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളും എക്യുപ്മെന്റുകളൊക്കെ അവിടെ സജ്ജരാകും. അപ്പൊ രോഗിക്ക് എത്രയും പെട്ടെന്ന് എന്ത് കൊടുക്കാം? മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അടുത്തത് മെഡിക്കൽ ലീഗൽ കേസസുകൾ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കാറുണ്ട്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പോളിസീസ് അല്ലെങ്കിൽ നയങ്ങൾ അല്ലെങ്കിൽ ചില ലോസ്, അതിനെയാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് SOPs-ൽ വരുന്നത് കേട്ടോ. അടുത്തതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. അതായത് ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്
ക്വാളിറ്റി നിശ്ചയിക്കുന്ന ചില ഫാക്ടേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് കൊടുക്കുക, അതും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ എന്ത് മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാല് രോഗിയെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു, കുറച്ചു നേരം അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നടത്തി, അദ്ദേഹത്തിന് ഒന്നില്ലെങ്കിൽ വാർഡിലോട്ടോ അല്ലെങ്കിൽ വീട്ടിലോട്ടോ പറഞ്ഞയക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ വീണ്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരേണ്ട ഒരവസ്ഥ. ആദ്യം വന്നു, ട്രീറ്റ്മെന്റ് കൊടുത്തു, ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ പോയ ആള് തിരിച്ചു വീണ്ടും വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അൺപ്ലാനഡ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത്. അപ്പൊ ഇത്തരത്തിലുള്ള റേറ്റ്, എത്രത്തോളം ആളുകൾ ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്, അതിന്റെ റേറ്റ് ഇവിടെ നോക്കാറുണ്ട്. അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എത്ര നേരമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ രോഗികൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ചിലപ്പോൾ കുറെ നേരം എടുത്തിട്ടായിരിക്കാം അവിടെ രോഗികളെ നോക്കുന്നത്, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, രോഗികളെ നോക്കാം. അപ്പോ എത്ര സമയമാണ് വേണ്ടി വരുന്നതെന്ന് നോക്കുന്നുണ്ട്. മൂന്നാമത്തത്, ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ. എത്ര പേര് ഡോക്ടറെ കാണാതെ പോകുന്നുണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസ് എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ കാണാതെ പോകുന്നുണ്ട്. അതും ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ദെൻ നാലാമത്തെ പോയിന്റ്, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. എത്ര നേരമാണ് ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കുന്നത്. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ BP ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷുഗർ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യുക, വൈറ്റൽസ്, രോഗിയുടെ വൈറ്റൽസ്, പ്രധാനപ്പെട്ട വൈറ്റൽസ് ഒക്കെ കളക്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അതിന് എത്ര നേരം വേണ്ടി വരുന്നുണ്ട് എന്നൊരു ഇത് ഇവിടെ നോക്കാറുണ്ട്. ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്. രോഗി വന്നു കഴിഞ്ഞ് എത്ര നേരം കൊണ്ടാണ് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, എത്ര സമയം എടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് എന്നതും ഇവിടെ നോക്കി കാണുന്നുണ്ട്. ദെൻ സർവീസ് എക്സ്പീരിയൻസ്. എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് രോഗിയെ അവിടെ സെർവ് ചെയ്യുന്നത്, അവർ എക്സ്പീരിയൻസ്ഡ് ആണോ അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തൊരു ഹെഡിങ് ആണ്, റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്റ്റാഫ് ആണ് എന്ത്, എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചില ഡ്യൂട്ടീസ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇന്റർവ്യൂ പേഷ്യൻസ് ടു ഒബ്റ്റെയിൻ ബയോഗ്രാഫിക്, ഡെമോഗ്രാഫിക് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ രജിസ്ട്രേഷൻ പർപ്പസസ് and enter information so gathered into the hospital computer system. രോഗി വരുമ്പോൾ ഈ എമർജൻസി ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ് എന്ത് ചെയ്യുക, പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്നതും ഈ ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ പോയിന്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ റിട്രീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യൻ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻ. അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിന്റെ വിവരങ്ങള് രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ ഫയലുകൾ വീണ്ടെടുക്കുന്നു, എമർജൻസി ഫിസിഷ്യൻ അത് കൈമാറുന്നു, വേണമെങ്കിൽ എമർജൻസി അഡ്മിഷൻ എന്ത് ചെയ്യാം, എടുത്തു കൊടുക്കാനും അവര് റെസ്പോൺസിബിൾ ആണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. അതായത് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഫാബുലസ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നാലാമത്തെ പോയിന്റ്, coordinate activities in connection with the admission of patients in the hospital or other medical facility. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളത്. എങ്ങനെയാണ്, അതായത് ആശുപത്രിയിലോ മെഡിക്കൽ സൗകര്യങ്ങളിലോ
രോഗികളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചിലപ്പോൾ പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാകും. അപ്പൊ അവിടെയുള്ള ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പേഷ്യന്റ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ അടുത്തത് അസസ് പേഷ്യൻസ് അതർ നീഡ്സ് ഫ്രം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ലൈക്ക് നീഡ് ഓഫ് ആംബുലൻസ് സർവീസ് ഓഫ് റെഫറൽസ്. ഇനി ആവശ്യമുള്ള രോഗികൾക്ക് വേണമെങ്കിൽ ആംബുലൻസ് സർവീസുകൾ കൊടുക്കാവുന്നതാണ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ പുറത്തേക്കൊക്കെ രോഗികളെ വിടുമ്പോൾ ആംബുലൻസ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടേതാണ്. നെക്സ്റ്റ് പോയിന്റ് ഗ്രീവൻസ് റെഡ്രസൽ, അതായത് പരാതി പരിഹാരം. രോഗികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയെ ധരിപ്പിക്കേണ്ടതാണ്. അപ്പൊ അവരത് പെട്ടെന്ന് തന്നെ അതിനുള്ള സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരിലേക്ക് ആ വിവരം എത്തിച്ചിട്ട് എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കും. The next, coordinate with the other healthcare executives for bed arrangement. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുന്നത് ബെഡുകൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ബെഡുകൾ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് രോഗിയെ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കുക, അല്ലെ? അപ്പോ ബെഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ബെഡ് എത്ര അവൈലബിൾ ആണ്, എത്ര പേര് ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട്, അതിനനുസരിച്ച് രോഗികൾ എത്ര പേര് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും അത് കോർഡിനേറ്റ് ചെയ്യുന്നതും എമർജൻസി റൂം ക്ലർക്ക് ആണ്. Then make sure that MLC cases are registered. എല്ലാ ദിവസവും ഓരോ ആളുകളെ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് എത്ര പേരാണ് MLC കേസുകൾ, മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേരാണ് ഹോസ്പിറ്റലിൽ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ. The next, maintenance of records like DAMA patients. അതായത് DAMA patientsന്റെ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കണം എന്നാ പറയുന്നത്. ഡാമ എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതായത് ഡോക്ടറുടെ ഉപദേശം കൂടാതെ സ്വയമേ ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസ് ഉണ്ട്, അവരുടെ ഇഷ്ടപ്രകാരം പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അവരെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുക കേട്ടോ. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ്, അപ്പൊ അവരുടെ റെക്കോർഡുകൾ ആരാണ് സൂക്ഷിക്കേണ്ടത്? ഇവരാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് കേട്ടോ. The last point, medico-legal case is made based on the patient's condition and natural case of injury, RTA, etc. Record of such cases are entered into the medico-legal register with the details of patient and accident, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultant's instructions. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട കേസുകൾ, അത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്ത് അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ RTA എന്ന് പറഞ്ഞാല് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് RTA. അപ്പൊ ഇത്തരം കേസുകളിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാല് ഉടനെ തന്നെ എന്ത് ചെയ്യും, അത് മെഡിക്കോ ലീഗൽ കേസായിട്ട് സ്റ്റാമ്പ് ചെയ്യുകയും പോലീസുമായിട്ട് സഹകരിച്ച് പിന്നീടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യുക. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താ പറയാ, ഒരു സൂപ്പർവിഷൻ കൊടുക്കുന്നതും ആരുടെ ഒരു ഡ്യൂട്ടിയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഓക്കെ, എന്നാ ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.